മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടത്തിൽ ശബരിമലയിൽ പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്തത് എന്ന് കേരളത്തിലെ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. അതിൽ നിന്നൊരു മാറ്റമുണ്ടാകാനുള്ള ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. ഈ തീരുമാനം ഞങ്ങൾ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പ് പറഞ്ഞു, സമുദായ സംഘടനകൾ NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരവരുടെ തീരുമാനം എടുക്കാം. ഇപ്പോൾ ചിലർ പോകാൻ തീരുമാനിച്ചു, ഇപ്പോൾ യോഗക്ഷേമ സഭ പോലുള്ള ചിലർ പോകണ്ടെന്ന് തീരുമാനിച്ചു. പലരും പല തീരുമാനം എടുത്തു. പല സംഘടനകളിലും പല സമുദായ സംഘടനകളിലും അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുത്ത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. രാഷ്ട്രീയമായി ഈ ഗവൺമെൻറ്റിനെ അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനെ പോലെ ഞങ്ങളും പാത്രമാകുമായിരുന്നു. അവിടെ 4200 പേര് വരുമെന്ന് പറഞ്ഞിട്ട് 600 ചില്ലാൻ പേര് മാത്രം പങ്കെടുത്ത പരിപാടി, വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്, ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദിയേക്കാൾ വർഗീയവാദിയായ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം അവിടെ വായിച്ച് മന്ത്രി കോൾമയിൽ കൊണ്ടത്, ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നു. ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനേക്കാൾ വലിയ പരിഹാസ കഥാപാത്രമാകുമായിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ് UDF എടുത്തത്. ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. സമുദായ നേതാക്കൾക്കും സമുദായ സംഘടനകൾക്കും അവരവരുടേതായ തീരുമാനവും അവരവരുടേതായ അഭിപ്രായം ഉണ്ടാവും. അതിൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. അല്ലെന്ന് അതൊക്കെ ഓരോ കാര്യങ്ങളിൽ ഓരോ സ്റ്റാൻഡല്ലേ. അവർ സമദൂര സിദ്ധാന്തമാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ സമദൂര സിദ്ധാന്തത്തിൽ ഒരു മാറ്റവും ഇല്ല. സമദൂര സിദ്ധാന്തമാണ് അവരെടുക്കുന്നതെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് എന്താ ബന്ധം? തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴുള്ള നിലപാടാണ്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ആ നിലപാട് ശരിയാണെന്ന് അവിടെ നടന്ന സംഗമം 7 നിലയിൽ പൊട്ടിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ ഏതായാലും അതിൻ്റെ ഭാഗമായില്ല എന്നുള്ളതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. അല്ല, അതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി പല രീതികളും ചെയ്യും. അതൊക്കെ അവരവരുടെ ഇഷ്ടം. അവർക്ക് ആരെ വേണമെങ്കിലും സ്വാധീനിക്കുകയോ ആരുടെ അടുത്ത് വേണമെങ്കിലും പോവുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ കേരളത്തിൽ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനമല്ല കേരളം. ഞാൻ പറഞ്ഞത് ഞങ്ങളെടുത്ത തീരുമാനം 100% ശരിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ പരിപാടി കൂടി കഴിഞ്ഞപ്പോൾ അടിവരയും കൂടി ഇട്ടതിന് ഞങ്ങളുടെ തീരുമാനത്തുമ്പോൾ UDFൻ്റെ തീരുമാനത്തുമ്പോൾ അടിവരയിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യമായല്ല. നിങ്ങളൊക്കെ അവിടെ നിങ്ങളുടെ പ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ എന്താണ് നടന്നതെന്നും അവിടെ എന്ത് കാപട്യമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ പുള്ളി ഒരു കപട ഭക്തനായി അഭിനയിക്കുകയായിരുന്നു. ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു, വിശ്വാസികളെ കളിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അല്ലല്ല, അതൊക്കെ ഞങ്ങൾ അവരൊക്കെ ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾ NSSുമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. അവർക്ക് അവരുടെ നിലപാടുകൾ എടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പരാതിയില്ല. ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് എടുത്തതാണ്. ശബരിമലയിലെ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് സംരക്ഷിക്കാൻ. ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്തും നിലപാടെടുത്ത് ഞങ്ങളല്ലേ കൂടെ നിന്നത്. ഗവൺമെൻറ് ചെയ്തത് എന്ത് വൃത്തികേടാണ് ചെയ്തത്? ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിൻ്റെ പിൻബലത്തോടു കൂടി 2 സ്ത്രീകളെ കൊണ്ടുവന്ന് ഇരുട്ടിൻ്റെ മറവിൽ ശബരിമലയിൽ ദർശനം നടത്തി, ആചാര ലംഘനം നടത്തി. ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല, ഒരു നിലപാടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇല്ലേ പിണറായി വിജയൻ? എന്നിട്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി. ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേരളം കണ്ടതല്ലേ? ഇതെല്ലാം കേരളം കണ്ടതാണ്. ഞങ്ങളുടെ ചോദ്യം, അന്നത്തെ ആ നിലപാടിൽ നിന്ന് എന്ത് മാറ്റം പിണറായി സർക്കാരിനുണ്ടായി? മാറ്റം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കണം. മാറ്റമുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കണം. മാറ്റമുണ്ടെങ്കിൽ മൂന്നാമത് പറയണം കഴിഞ്ഞ 9 കൊല്ലം ഒരു വികസന പ്രവർത്തനം അവിടെ നടത്താൻ പറ്റിയില്ല എന്ന് പറയണം. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ശബരിമലയെ ഞെട്ടിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടില്ല, വിശ്വാസികളും ഞെട്ടില്ല. അല്ലല്ല, ഞങ്ങൾക്ക് എല്ലാ സമുദായങ്ങളോടും ഭൂരിപക്ഷ സമുദായങ്ങളോടും ന്യൂനപക്ഷ സമുദായങ്ങളോടും ഓരോ നിലപാടാണ്. പ്രത്യേക പരിഗണന ആരോടുമില്ല, ഒരു സമുദായത്തോടുമില്ല. ഞങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ശുദ്ധമായ സത്യസന്ധമായ മതേതര നിലപാടാണ് കേരള രാഷ്ട്രീയത്തിൽ എടുക്കുന്നത്. നിങ്ങൾ
ഞങ്ങൾ ഓരോ വിഷയം വരുമ്പോൾ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല. ഞങ്ങൾ ആ നിലപാടെടുക്കും. പിന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഓടിയെത്തി അവരെ സഹായിക്കാറുണ്ട്. വിശ്വാസികളുടെ കൂടെ ഞങ്ങൾ നിൽക്കാറുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡും കൃത്യമായ പൊസിഷനിങ് ഇതുണ്ട്. അതേ അവസരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും. ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്താണ് ഈ 2026 കനത്ത തോൽവി കണ്ടിട്ട് ഉണ്ടായ ഒരു വിഭ്രാന്തിയാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന്. അതാണ് അയ്യപ്പ സംഗമം. ഞാൻ ചോദിക്കട്ടെ, അയ്യപ്പ സംഗമത്തിൻ്റെ ഹോർഡിങ് കേരളം മുഴുവൻ വെച്ചിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഒരു ചിത്രം പോലും ഇല്ല. ആരും പറഞ്ഞില്ലല്ലോ. സ്വാമി അയ്യപ്പൻ്റെ ഒരു ചിത്രം പോലും ഇല്ല. ചിത്രം പിണറായി വിജയൻ്റെയും വാസവൻ്റെയും ചിത്രമാണ് വെച്ചിരിക്കുന്നത്. അയ്യപ്പ സംഘമാണ് പേര്. മനസ്സിലായി? അപ്പം രാഷ്ട്രീയമായി ശബരിമലയെ ദുരുപയോഗം ചെയ്താൽ ഞങ്ങളത് തുറന്നു കാട്ടും. ഞങ്ങളുടെ ധർമ്മമാണ്, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ്. ഞങ്ങളത് ചെയ്യും. സംശയം എന്താ കരുതൽ? അദ്ദേഹം പലതും പറയാറുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി പറയാറില്ല. അല്ല, ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയില്ല. NSSുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഞങ്ങൾക്കില്ല. ഒരു അഭിപ്രായ ഭിന്നതയില്ല. അല്ല, ഞാൻ പറയട്ടെ, എല്ലാ സമുദായങ്ങൾക്കും പല കാര്യങ്ങളിലും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. ഞങ്ങളതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ്. ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്. അല്ലല്ല, ഞാൻ അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ നടത്തിയാലും. ഞങ്ങൾ ഒരാളുമായിട്ടും അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞല്ലോ, SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ എന്നെ അപമാനിച്ചു ഇല്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് SNDP യോഗമായിട്ട് ഞങ്ങൾ പിണങ്ങിയോ? ഞാൻ SNDP യോഗത്തിൻ്റെ ചതയ ദിനാഘോഷങ്ങളിൽ 2 പ്രധാനപ്പെട്ട പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു. അവരെന്നെ ക്ഷണിച്ചു, ഞാൻ ആ പരിപാടിക്ക് പോയി. അങ്ങനെ ഒരു സമുദായവുമായിട്ടും ഞങ്ങൾ ഒരു സംഘർഷത്തിലുമില്ല. പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട്. ആ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും. അതിൽ മാറ്റമില്ല. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അദ്ദേഹം വെല്ലുവിളിച്ചപ്പോൾ ഞാൻ വിനയപൂർവ്വമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു മോശമായ ഒരു വാക്കും ഞാൻ തിരിച്ചു പറഞ്ഞില്ല. പറഞ്ഞോ? എന്നെ ഏറ്റവും മോശമായ നിന്ദ്യമായ വാക്കുകൾ ഉപേക്ഷിച്ച് പറഞ്ഞു. എനിക്ക് ഈ വിരോധമൊന്നുമില്ല. അതിങ്ങനെ നമ്മൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ വേറെ എന്തെല്ലാം കേസിൽ കേൾക്കണം. അല്ല, എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല. തീരുമാനം നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല. നിങ്ങൾ അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ്, പാർട്ടിയിൽ നിന്നും, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും. അദ്ദേഹം അവിടുത്തെ MLA അല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമൻറ്റും ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും? കോൺഗ്രസ് നേതാക്കന്മാരെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയണത്? അദ്ദേഹം PJ പൗലോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവിൻ്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു. അവർ അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പാർട്ടിയിൽ നിന്ന്. ഇന്നുവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ വെച്ച് കാണാതെ പോവോ? വണ്ടി കയറി പോവോ? കാണാതെ പോവോ? എന്താ നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിസ്സാരമായ ചോദ്യങ്ങളാണ്, ഇറലവൻ്റായ ചോദ്യങ്ങളാണ്. കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ? അല്ലല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ്. അത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ്. അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും. ഇപ്പം അതില്ല. അല്ല, ഞാൻ കണ്ട അദ്ദേഹത്തെ ആസ്ഥാനം ചെയ്യും. എൻ്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ, ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകനല്ലേ. അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ P സരിനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കുമല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലേ P സരിനെ. എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത്. 10 ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ. അദ്ദേഹത്തെ കണ്ട്, അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ്. എത്ര പേര് പാർട്ടി വിട്ടിട്ടുണ്ട്. ഞാൻ ശ്രീമതി പത്മജ വേണുഗോപാലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ട് അവരുമായിട്ട് വിശദങ്ങൾ സംസാരിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു.
അല്ല, കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു. അവരുടെ കുഞ്ഞുങ്ങളുടെ പത്മജ ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരെ ഞാൻ അന്വേഷിച്ചു. വേറെ പാർട്ടി പോയ ആളുകളായിട്ട് മിണ്ടാം. ഇത് കേരളമല്ലേ? നിങ്ങൾ വെറുതെ ഇതിനെയൊക്കെ വലിയൊരു വൈഡർ ആംഗിളിൽ കാണണം. നിങ്ങൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിലേക്ക് എടുത്തൊരു നിലപാട്, ആ പാർട്ടിയെ നിങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനെയൊക്കെ ചെറുതാക്കാൻ നോക്കരുത്. ഓക്കെ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.